എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൾ വെച്ചുള്ള ഒരു ഫ്രൈ ആണ്. അപ്പോൾ കൂന്തൾ എന്നും അതുപോലെ തന്നെ കണവ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഫിഷാണിത്. ഞങ്ങളുടെ ഭാഗത്ത് കൂന്തൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസങ്ങൾ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വാങ്ങിയ കൂന്തളാണ്. മീഡിയം സൈസിലുള്ളതാണ്, അത്ര വലിയ സൈസിലുള്ള കൂന്തളൊന്നും അല്ല. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണോളം തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തെടുക്കുന്നത്. കൂടാതെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചതച്ചെടുത്തിട്ടുള്ളതും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇത് ഇങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കൂന്തളിൽ മസാല തേച്ച് വെച്ചിട്ട് അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലും കൂടി ചൂടായി വന്നതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള കൂന്തളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2 സ്പൂൺ ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് മൂടി വെച്ചാൽ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയത് വെന്തിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നികത്തി വെച്ച് കുറച്ച് കറിവേപ്പില കൂടി മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്ന് ഇത് വെന്തിട്ടുണ്ടാവും. ഏകദേശമൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്നും കൂടി മിക്സാക്കി എടുക്കണം. ഈ വെള്ളം ഒന്ന് വറ്റുന്നതോടൊപ്പം തന്നെ കൂന്തൾ മുഴുവനായിട്ടും വേവുകയും ചെയ്യും. അപ്പോൾ വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി കൂന്തളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് വേവിക്കേണ്ടതും ഫ്രൈ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യേണ്ടത്. തീ കൂട്ടിക്കൊടുത്താൽ കരിഞ്ഞു പോവും. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് കൊടുക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിലും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്യാതെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അല്പം ഓയിൽ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറേ ഉള്ളിയും തക്കാളിയൊന്നും ഇട്ട് ഇതിൻ്റെ തനതായ രുചി കളയാതെ ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് വീണ്ടും ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൾ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.